സുഹൃത്തെ, നമ്മുടെ കാലിക്കറ്റ് വി സിക്കൊക്കെ എന്ത് സംഭവിച്ചെന്നാണ് ഒരു മനുഷ്യന്റെ പാട്ടിനോട് പേടി. ഒരു മനുഷ്യന്റെ മാത്രമല്ല, ഗൗരി ലക്ഷ്മിയുടെ ഒക്കെ പാട്ടിനോട് പേടി. വി സി അടക്കമുള്ള ആളുകളൊക്കെ ഇനി പാട്ട് ആരും പഠിക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുന്നതാണ് ഈ പാട്ടിന്റെ പ്രസക്തി ആണോ? വേടന്റെ പാട്ട് ഇനി നാളെ മുതൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കണമെന്ന് അവിടുത്തെ ആൾക്കാരും താല്പര്യപ്പെടുന്നില്ല. ഇനിയിപ്പോ വി സിക്ക് ഇടപെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീതരങ്ങൾ മുഴുവൻ ഇടപെട്ട് വേടന്റെ പാട്ട് നാളെ മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 3rd സെമസ്റ്റർ മലയാളം വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലും ആ പിള്ളേരടക്കം കേൾക്കാതിരിക്കുന്നതോ പാടാതിരിക്കുന്നതോ പറയാതിരിക്കുന്നതോ ചർച്ച ചെയ്യാതിരിക്കുന്നതോ ഒന്നാണോ വേടന്റെ പാട്ട്? അല്ല, അവർ ചർച്ച ചെയ്യും. ഒരുപക്ഷെ ഇനി ആ കുട്ടികൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ മലയാളം വിദ്യാർത്ഥികൾ മാത്രമല്ല, കാലിക്കറ്റിൽ പഠിക്കുന്ന പിള്ളേർ മിക്കതും അത് ചർച്ച ചെയ്യും. ഒരുപക്ഷെ ഈ നിൽക്കുന്ന ഞാനടക്കം ഇത് പഠിപ്പിക്കേണ്ട സ്ഥലത്ത് പോലും ഞാൻ ഇതിനെക്കുറിച്ച് പറയും. ഈ പാട്ടിനെ കുറിച്ച് ഞാൻ പിള്ളേരോട് പറയും. അതിലത്തെ ഓരോ വരിയെ കുറിച്ചിട്ടും ആ വരിക്കിടയിൽ കിടക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ അടക്കമുള്ള ആളുകൾ എൻ്റെ കുട്ടികളോട് ഞാൻ പറയും. എന്നിട്ട് പറയും, ആ പാട്ട് പോയി കേൾക്കണം. ചുമ്മാ കേട്ടാ പോരാ, ഞാൻ ഈ പറഞ്ഞ ചരിത്ര വസ്തുതകൾ കൂടി കൂട്ടിവെച്ചുകൊണ്ട് വേണം ആ പാട്ട് കേൾക്കാൻ എന്ന് ഞാൻ അവരോട് പറയും. അങ്ങനെ അത് കേൾക്കുമ്പോൾ, അത് ചർച്ച ചെയ്യുമ്പോഴാണ് വേടന ചർച്ച ചെയ്യപ്പെടുന്നതിനേക്കാൾ അപ്പുറം അതിന് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ വേടന്റെ പാട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വേണോ വേണ്ടയോ എന്നുള്ള സംഗീതയുടെ ഭാഗമായിട്ട് തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് യോഗത്തിനിടെ നടന്ന വഴക്കൊന്ന് കണ്ടുപോകും. എന്തായാലും ഇവര് എഴുതി വെച്ചിട്ടുള്ള മുദ്രാവാക്യം ഇങ്ങനെയാണ്: വേടന്റെ പാട്ടിനെ ഭയക്കുന്ന വി സി എന്നാണ്. യാഥാർത്ഥ്യമല്ലേ? ഒരു മനുഷ്യന്റെ 30ഓളം വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ എഴുതിയ ഒരു പാട്ട്, അത് 4 വർഷം മുമ്പ് എങ്ങാണ്ടൊക്കെ എഴുതിയ ഒരു പാട്ട്. ആ പാട്ട് ഇവിടുത്തെ മലയാളം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകില്ല എന്ന് പറയാൻ കുറെ മൊയന്തുകൾ. ഈ പാട്ട് പഠിക്കാൻ മാത്രം തലച്ചോറില്ല എന്നാണ് നമ്മുടെ വിദ്യാർത്ഥികളെ പറ്റിയിട്ട് ഇവർ ചിന്തിക്കുന്നത്. അതും റിട്ടയർഡ് ആയിട്ട് വീട്ടിൽ വെറുതെ ചൊറിയും കുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പഠന നടത്തി കൊടുത്തിരിക്കുന്നു. ഈ പാട്ട് പിള്ളേർക്ക് മനസ്സിലാവില്ല. ഈ പാട്ട് നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ആ ഒരു പാട്ടുമായിട്ട് താരതമ്യം ചെയ്യാൻ ഒക്കത്തില്ല എന്ന് റിട്ടയർഡ് ആയിട്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇതാണ് പറയുന്നത്. പലപ്പോഴും തന്ത വൈബക്ക് എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ വലിയ പ്രസിദ്ധമാണ്. ഇപ്പോഴാണ് പുതിയ പിള്ളേരെ മനസ്സിലാക്കാൻ സാധിക്കാത്ത പുതിയ പിള്ളേർ എന്ത് പഠിക്കണം, എങ്ങനെയൊക്കെയാണ് അവരുടെ രീതികളൊക്കെ മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് അവരെ ഈ പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ചരിത്രത്തെ കുറിച്ചിട്ടൊക്കെ അവർ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിക്കാനോ പുത്തൻ സംഗതികളെ പറ്റി അറിയാനോ ശ്രമിക്കുന്ന ചില ആളുകളൊക്കെയാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ ഇറങ്ങിയിരിക്കുന്നത്. റിട്ടയർഡ് ആയിട്ട് വെറുതെ വീട്ടിൽ കുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സംഘികളുടെ ഒരു ഇത് വരുന്നത്, ഉമ്മത്ത് വരുന്നത്. നിങ്ങളതൊക്കെ പോയിട്ട് അതൊന്ന് പരിശോധിക്കണം. ഇവർ പരിശോധിക്കുന്നത് പറയുന്നു, ഈ പാട്ട് പിള്ളേർക്ക് പഠിച്ചാൽ മനസ്സിലാവില്ല. അപ്പൊ പഠിച്ചാൽ മനസ്സിലാവാത്ത രീതിയിൽ വളരെ കടുകട്ടിയാണെന്നോ നമ്മുടെ വേടന്റെ ഈ പാട്ട്? അല്ല, ഈ പാട്ട് പഠിപ്പിക്കുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് AK വാസു എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു ലേഖനം പരാമർശിച്ചെന്ന് പറഞ്ഞിരുന്നു. വേടന്റെ ഈ പാട്ട് പഠിപ്പിക്കരുതെന്ന് പറയുന്ന ഈ ആളുകൾക്കിടയിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് പഠിപ്പിക്കാൻ പാടില്ല? വേടൻ ജാതിവാദി എന്ന് പറയുന്നത്. പക്ഷെ ഇതിനേക്കാൾ ജാതിവാദികളുടെ ജാതി ഏറ്റവും നല്ലതാണെന്നും ജാതി പുലരണമെന്നും ജാതി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്ന ആളുകളുടെ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മളെ പിള്ളേർ പഠിക്കുന്നുണ്ട്. പല നമ്പ്യാമാരും പല കുഞ്ചന്മാരും എഴുതിയ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മുടെ പിള്ളേർ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ അവിടെ പഠിക്കുകയും അത് പഠിപ്പിക്കാൻ പല ആളുകളും വരുന്ന സമയത്ത് ആണ് വേടെന്ന് പറയുന്ന ഈ ഒരു പാട്ടിനെ ഇത്രയധികം ഭയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വേടന്റെ പാട്ട് വേണ്ട. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 3rd സെമസ്റ്റർ മലയാളം വിദ്യാർത്ഥികൾ വേടന്റെ പാട്ട് പഠിക്കണ്ട. കാരണം ഇനി അത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ആ വിദ്യാർത്ഥികൾ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ആ പാട്ട് കേട്ടിരിക്കുന്നു. പലരും എന്നോടടക്കം ആ പാട്ടിന്റെ PDF കിട്ടുമോ ചോദിച്ചു. ഞാൻ പലർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കും. പോയി വായിക്കണോ. ഒരു പാട്ട് മാത്രമല്ല, 3-4 പാട്ടുകളുണ്ട്. ഈ പാട്ടുകൾ മുഴുവൻ പോയി നിങ്ങൾ വായിക്കൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എൻ്റെ മുമ്പിലേക്ക് പല ആൾക്കാർ വന്നത്. എന്തൊക്കെയായാലും യൂണിവേഴ്സിറ്റി അത് നിരോധിച്ചാലും വേടന്റെ പാട്ട് അവിടെ പിള്ളേർ പഠിച്ചിട്ടില്ലെങ്കിലും വേടന്റെ പാട്ട് കേൾക്കാൻ പിള്ളേരെത്തും. പിള്ളേര് മനപ്പാടം ആ പാട്ടുകൾ പഠിക്കും. ഗെയിമുകളിൽ നിന്നെല്ലാം ഒരല്പ നേരത്തെങ്കിലും അവർ വിടുതൽ വാങ്ങും.
അവര് വേടന്റെ പാട്ടിന് വേണ്ടി കാത്തു നിൽക്കും മണിക്കൂറുകളോളം, കേട്ട് ആസ്വദിക്കും, തുള്ളും, അത് കേൾക്കും, ആശയങ്ങൾ മറ്റു പലരോടും അവർ പങ്കുവെക്കും, അവർ മുന്നോട്ട് പോകും. അങ്ങനെയെങ്കിലും പുതിയ പിള്ളേർ ചരിത്രം പഠിക്കുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ വേടന്റെ പാട്ടിലൂടെയെങ്കിലും പുതിയ പിള്ളേർ ലോക ചരിത്രം അറിയാൻ ശ്രമിക്കും. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് കുട്ടികൾ അന്വേഷിക്കാൻ തുടങ്ങും. ആ അന്വേഷണങ്ങളെല്ലാം എത്തിച്ചേരുക ഈ സംഘപരിവാറിന്റെ നെഞ്ചത്താണ് എന്നുള്ളതുകൊണ്ടായിരിക്കാം സംഘപരിവാരുകാര് വേടന്റെ പാട്ട് പഠിപ്പിക്കരുതെന്ന് പറയുന്നത്. എന്തായാലും നല്ല കാര്യം എന്നേ പറയാൻ പറ്റുള്ളൂ. വേടന്റെ ഒരു പാട്ടല്ല, എല്ലാ പാട്ടും ആളുകൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ വിഷയം ചെന്നെത്തിച്ചു എന്നതിൽ സംഘികളെ നന്ദിയുണ്ട്. ബൈ.